ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് 250 കപ്പിന് 1 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 250 കപ്പിന് 1/2 കപ്പ് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എള്ള് നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതാ എള്ള് ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നിലക്കടല ഇതുപോലെ തൊലി കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത വെളുത്ത എള്ളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 കപ്പിന് 1 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റേജെല്ലാം ആകുമ്പോൾ നമുക്കിതിലേക്ക് 250 കപ്പിന് 1/4 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മുഴുവനായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ ശർക്കര ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ആ മിക്സ് മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇനി മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈവച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ കയ്യിൽ കുറച്ചൊന്ന് നെയ്യാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.